ഹലോ ഗായ്സ്, ടുഡേ നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായി ഒരാൾക്ക് പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. വേറെ ആർക്കുമല്ല, ദീപ്തിക്ക് തന്നെ. സോ പ്രാങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ലേസിൻ്റെ പാക്കറ്റ്, എനിക്ക് ലേസ് ഓൾമോസ്റ്റ് ഓൺ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് 2 പീസ് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് ടോക്കീസ് എടുത്തിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ ടോക്കീസ് വാങ്ങിച്ചത് കൈ കുഴപ്പമില്ല, ഞാൻ വിളിച്ചു വെച്ചിട്ടും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ലേസ് പീസ് അത് വെച്ചിട്ടുണ്ട്. അത് എവിടെ കിട്ടുമോ കിട്ടുന്നതായിരിക്കും, കിട്ടിങ് കാണിക്കും. ഞാൻ ഇത് അവളുടെ കണ്ണടിച്ച് അവളെ അതിലിട്ട് കൊടുക്കുമ്പോൾ what is the expectation? Let's go. ഒറ്റയുണ്ട് ഈ ഷൂ നിർത്താൻ പറ്റത്തില്ല. ഹായ് ദീപ്തി, എന്താണ് ഇവിടെ പണി? വെള്ളം കുടിക്കുന്നു. ലേസ് വേണോ? ആ, കണ്ണട ഞാൻ ലേസ് വാങ്ങിട്ട് തരാനോ? കണ്ണ് തുറന്നാൽ ലേസ് ഇല്ല. ഓക്കെ ഫൈൻ. വാ, നല്ല അടിപൊളിയായിട്ട് ഓർത്തോ. കൂടെ നോക്കടി. എന്തുവാടേ ഇപ്പൊ ടോപ്സ് തുറക്കടി അങ്ങോട്ട്. എന്താ നിനക്ക് എന്താ തോന്നുന്നേ? തുപ്പരുത്. എന്താണ് തോന്നുന്നത്? എന്തോ ഒരു എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നേ? വേഗം തൊട്ടടുത്തിരിപ്പോണല്ലോ. പ്രായതോകി ഭയങ്കര വെള്ളം കൂടി കേട്ടോ. സ്ക്രീൻഷോട്ട് എങ്ങനെയുണ്ട്? ഒരെണ്ണം ഇട്ടട്ടെ. കൈസി പെണ്ണെന്താണ്, പൊട്ടത്തിയാണോ? ഏതെങ്കിലും വീണ്ടും കഴിക്കാൻ പോകണം. ഈ സാരാണ് കുട്ടി ഞാൻ തന്നത്. അജി കാണിക്ക്. ഞാൻ ചുമന്ന പാലിട്ടെ. നീ ഒരു പിങ്ക് വിട്. നീ ഒരു പിങ്ക്. ഇത് ബ്രൗൺ ആണ്. നീ ഒരു പിങ്ക് പാവടെ ചുമന്ന ബനിയൻ ഇട്ടിട്ടുണ്ട്. വലിയ ഒന്നില്ല കേട്ടോന്ന് വെച്ചപ്പ അതിനകത്ത് ലേസ് ഉണ്ടായിരുന്നെ. എൻ്റെ ടോക്കീസ് എനിക്കില്ല. എന്താണ് ഗൈസ്? നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ദിയ കാണാം. കണ്ടതുപോലല്ല. 5 വിരലിനും ചുമന്ന കളറുണ്ട്. അതാണ് കാണിച്ചേ. മൈലാഞ്ചിട്ടേക്കാ വീഡിയോയിൽ കണ്ടതുപോലെ ആണെങ്കിൽ ലക്കി ഡിഡിറ്റ് എന്ന് പറഞ്ഞ ഇവിടെ അടക്കി വെക്കണം. ലക്കി ഡിഡിറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ടോപ്പീസും റെഡ് ഹോട്ട് സ്പൈസി ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത്ര എരിയൊന്നും കാണില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ടോക്കീസ് മാത്രം വാങ്ങിക്കാം. അത് മൊത്തം വാങ്ങിക്കാൻ ചിലപ്പോൾ എരി കാണും. ടോക്കീസ് അത്ര എരി കാണില്ല എന്ന് ഞാൻ വിചാരിച്ചു വാങ്ങിച്ചതാണ്. പിന്നെ ഇത് മസാല ആകുമ്പോൾ ഭയങ്കര എരിയാണ് കേട്ടോ. ഞാൻ മസാല മാറ്റിയിട്ട് കഴിച്ചാൽ പോരെ. കണ്ണീന്ന് വെള്ളം വരുന്നു. ഇച്ചിരി ഇന്ന് മുഖം കഴുകിക്കും. അപ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്നത് മുഖം കഴുകുകയാണെന്ന് വിചാരിച്ചോളൂ. എന്തുവാടേ
ഇത് വെച്ചടിച്ചേ. ഈ കൈ വെച്ചാണെങ്കിൽ എൻ്റെ പാവാഴ റെഡ് പറ്റിയോ? യെസ്. പിങ്ക് ആയിട്ട് അറിയത്തില്ല, കുഴപ്പമില്ല. So let's give a try on some another. ലേസിൻ്റെ പാക്കറ്റ് പിടിച്ചേ. ഒരു ഇതെടുത്താൽ ഇത് മൊത്തം മസാലയാണ്. എനിക്ക് വേണ്ട. നമുക്ക് ലേസ് എടുക്കാം. നമ്മൾ ലേസ് ഇവിടെ എടുത്തു. ഇപ്പോൾ എൻ്റെ ടേബിളിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകാം. സോ നമുക്ക് ഇത് ഒരിടത്ത് ഒളിപ്പിക്കാം. ഹൈഡാക്കിയാലോ? നമുക്ക് ട്രാൻസ്ലേഷൻ കാണിക്കാം. ഇങ്ങനെ ഞാനാണെങ്കിൽ ഫിംഗർ കൊണ്ട് ക്ലാപ്പ് അയക്കുമ്പോൾ വിരൽ ഞുടിക്കുമ്പോൾ ഇത് എവിടെയും പോയി ഒളിക്കും കേട്ടോ. നമുക്ക് ഇത്തിരി കണ്ടിട്ട് വെയിറ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോ. സോ നമുക്ക് മസാല ഇടാൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ലേഷൻ. നമുക്ക് ട്രാൻസ്ലേഷൻ ഇവിടെ ആക്കാം കേട്ടോ. നിങ്ങളുടെ കാര്യം ഒന്നുമില്ല ഭാഗ്യം. സോ ഗൈസ് ഞാൻ അത് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവളുടെ അടുത്ത് കണ്ണു നോക്കാൻ പറയാം. കണ്ണു ഓർന്നോ എന്താ? സോ ഞാൻ അടുത്ത് കണ്ണടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലേസ് പാക്കറ്റ് ഒരാളടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നീ കണ്ടുപിടിക്കണം. അത് ഒരു 10 ആയാണ്. അപ്പോഴത്തേക്ക് നിനക്ക് ഒന്നും തൊടാൻ പറ്റത്തില്ല. ഒരു സാധനം നിനക്ക് തൊടാൻ പറ്റില്ല. കണ്ണൊന്ന് നോക്കണം. 3, 2, 1 go. 1, 2, 3, 4 കിട്ടി 7, 8, 9 ഇല്ല. അവൾ കള്ളി. അവള് ഭയങ്കര കള്ളിയാട്ടോ. അവള് കണ്ട് പിടിച്ചില്ല. പൊട്ടിയാണ് കേസുള്ളു. ഇതിന്റെ അടക്കം വെച്ചിരുന്ന അവൾ ചെടിച്ചിട്ട് എടുത്തതാ. ഇതാണ് ഗൈസ് കറക്കി കുത്താന്ന് പറയാ. പണ്ട് എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറയാ. അവളെന്തോ ബ്ലൈൻഡ് ബാക്ക് ഉണ്ടാണ്. കാരണം അതിന്റെ റീൽ ഞാൻ ഇട്ടേക്കാം. മമ്മി എനിക്ക് ഇച്ചിരി യൂഗോട്ട് എഴുതി തരുമോ? യൂഗോട്ട് അമ്മ എടുക്കല്ല, അത് ഇതിൽ പറഞ്ഞു. എൻ്റെ കൈയിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടിക്കണം. Hi. എന്നെ പറ്റി തന്നെ കുറേ എന്തോ കണ്ണാടിയൊക്കെ എന്നെ പറ്റി തന്നെ എന്നെ കുറിച്ച് കുറേ പാടും. അപ്പോൾ ഗൈസ് ടീച്ചറൊപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ദിയ രാഹുൽ. Bye bye. Bye bye. Zooming on.